ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ ഇതാ മഴക്കാലമൊക്കെ ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിലേക്കും കോടയും ചൂടി പോകുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലേ? ഇതാ ഇന്നിപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അതാ മുറ്റങ്ങനെ കുറച്ച് നീറ്റായിട്ട് കിടക്കണേ. അല്ലെങ്കിൽ ഫുള്ളാകെ വെള്ളമയം ആയിരിക്കും കേട്ടോ. ഈ ഇലകളിലൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ ആകെ വെള്ളത്തിൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവാറ്. ഞാനൊക്കെ പണ്ട് ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്കൂളിലേക്ക് നല്ല കേട്ടോ, നമ്മൾ വീട്ടിലുള്ളപ്പോഴും അതെ, ഇങ്ങനെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇലകളിലൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഇങ്ങനെ പൊഴിച്ചിട്ട് അതിൻ്റെ വെള്ളം നമ്മുടെ തലയ്ക്ക് ആക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു 2-3 ദിവസമായിട്ടുണ്ട്. നമ്മുടെ സനുവിനെ സ്കൂളിലേക്കൊക്കെ വിട്ടതിന് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു സീസണിൽ എല്ലാവരും വീട്ടിലുണ്ടാവണ ഒന്നാണല്ലേ ചക്ക. അപ്പോൾ ഇവിടെ അടുത്തുനിന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇതുകൊണ്ട് ചക്ക വറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്കാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിവിടെ കടയിൽ നിന്ന് 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ ചക്ക വാങ്ങിച്ച സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തിന് 2 ദിവസത്തിനേ ഇല്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും അത് തിന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് കേട്ടോ മെയിനായിട്ട് ഭയങ്കര ഇഷ്ടം. അതുപോലെ സനുവിന് സ്കൂളിലേക്കൊക്കെ ഞാൻ കൊടുത്തു വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചക്ക കിട്ടിയപ്പോൾ ഞാൻ ചക്ക വറക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയായിട്ട് ഞാനങ്ങനെ ചക്ക വറുത്ത് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീട്ടിലൊക്കെ അമ്മയും ഇവരൊക്കെ അങ്ങനെ വറുത്ത് തരാറുണ്ട്. അപ്പം എന്താ വറുക്കണതിൻ്റെ ഒപ്പം ഇരുന്ന് തിന്നുകയെന്നല്ലാണ്ട് ഇതുവരെയായിട്ട് നമ്മൾ ചക്ക അങ്ങനെ വറുത്ത് നോക്കിയിട്ടൊന്നുമില്ല. ചക്ക പഴുത്തതൊക്കെ എന്താണ് പറിച്ച് തിന്നും, ചുള പറിച്ച് തിന്നുന്നല്ലാണ്ട് വറുക്കൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ കുഞ്ഞ് ചക്കയായ കാരണം അതിൻ്റെ ചുള പറിക്കാനും മുറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എനിക്ക് ചുള പറിക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് തോന്നി. പിന്നെ മടാളൊക്കെ നല്ല മൂർച്ചയുള്ള കാരണം വേഗം വെട്ടി മുറിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞു കുഞ്ഞു ചുളകളായ കാരണം അത് പറിച്ചിടാൻ കുറച്ച് റിസ്ക് തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ചക്ക വറുത്തൽ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും ഇൻട്രസ്റ്റിങ് കാണിച്ചിട്ട് ചക്ക പറിക്കണതും വറക്കാനൊക്കെ ഭയങ്കര മുൻകൈ എടുക്കണത് തന്നെ. എന്താ ഏറ്റവും വില കൂടിയൊരു പലഹാരം തന്നെയാണ് അല്ലേ ചക്ക വറുത്തൽ. ബാക്കിയെല്ലാം അത് നമുക്ക് അധികം വിലയൊന്നും കൊടുക്കണ്ട, പക്ഷെ ചക്ക വറുക്കണതിന് ഭയങ്കര പൈസയാണ് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ചക്ക കിട്ടിയപ്പോൾ വേഗം പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന അത്രയും പൈസയ്ക്ക് ചക്ക വറുത്തൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ 1 കിലോ വാങ്ങുന്ന പൈസ ഉണ്ടെങ്കിൽ ജസ്റ്റ് 1 കിലോൻ്റെ ഓയിൽ വാങ്ങിച്ച് നമുക്ക് എത്രയും നമുക്ക് വറുത്തെടുക്കാം. 2-3 ദിവസത്തിന് എടുത്ത് വെക്കുകയും ചെയ്യാം. 2-3 ദിവസത്തിനെന്നല്ല കേട്ടോ, നമ്മളത് കവറിൽ ഭദ്രമാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ 1 മാസം വരെയൊക്കെ നമുക്കത് എടുത്ത് വെക്കാം കേട്ടോ. നല്ല മഴക്കാർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞുള്ള അവസ്ഥയിലൊക്കെയാണ് കേട്ടോ നിൽക്കണത്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇരുട്ടും ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് കളർ കുറവൊക്കെ തോന്നണത്. കുറേ ചുള പറിച്ച് എനിക്ക് മെൻ്റലായപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെന്താ ക്യാമറ മുഖം ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടേക്കും ഇവിടേക്കൊക്കെ ഞാനിങ്ങനെ മാറ്റി വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റ ഉറങ്ങണ ഗ്യാപ്പ് നോക്കിയിട്ടാണ് കേട്ടോ ചക്ക വേഗം നന്നാക്കലും ചുള പറിക്കലൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സ്പീഡ്. അവളിപ്പോൾ നീക്കുക എപ്പോഴാണ് നീക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കണത്. അവൾ സത്യം പറഞ്ഞാൽ ഈ ചക്ക നന്നാക്കാൻ അവിടെ കുഞ്ഞാറ്റ ഉറങ്ങാൻ വേണ്ടിയിട്ട് തന്നെ കാത്തിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവളുണ്ടെങ്കിൽ ആകെ ചുള എടുത്തിട്ട് അങ്ങോട്ട് എറിയലും പിന്നെന്താ ചക്കയുടെ മുളഞ്ഞൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ കയ്യിലാക്കിയിട്ട് ആകെ ഇപ്പോൾ ഒരു പരിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉറങ്ങണ ഗ്യാപ്പിൽ വേഗം ഓരോ എന്താ പറയുക പണികൾ വേഗം തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമുക്കിത് വറക്കാൻ ഇത്ര പണിയില്ല തോന്നുന്നു, പക്ഷേ ചുള പറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായ പോലെ. ചിലപ്പോൾ അത് കുഞ്ഞു ചക്കയുടെ ചുളയായ കാരണമായിരിക്കാണ്ട് ചിലപ്പോൾ അത് പറിച്ചിടാൻ ഇത്ര ബുദ്ധിമുട്ട് തോന്നുന്നത്. പിന്നെ ഞാനും അമ്മി 2 പേരും കൂടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് വേഗം തീർന്നിട്ടുണ്ടായിരുന്നു. വേഗം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു ചക്ക നന്നാക്കാനും വറക്കാനായിട്ടാണ് ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ അല്ല ഓരോരുത്തർ ഇതിനൊന്നും മെനക്കെടാത്തതെന്ന് മനസ്സിലായി. നമ്മൾ പൈസ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ തിന്നാത്ര മതിയല്ലോ അല്ലേ. പണിയെടുക്കാൻ മടിയുള്ളവർക്കൊക്കെ അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ പണിയെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റും കേട്ടോ. അതൊരു സത്യം തന്നെയാണ്.
അങ്ങനെ ഞാനും അമ്മയൊക്കെ കൂടിയിട്ട് ചോളയൊക്കെ പറിച്ച് ഫുള്ളൊരു ബേസിനാക്കി സെറ്റാക്കി എടുത്തു കേട്ടോ. പിന്നത്തേക്കൊന്നും വെക്കാണ്ട് ചക്കയുടെ മടലും അവിടെയൊക്കെ ഫുള്ള് അപ്പം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ഈച്ചമയല്ലേ ഉണ്ടാവുക. ഈച്ചപ്പം ഏകദേശം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ അത് ചക്കയുടെ 2 സൈഡൊക്കെ കളഞ്ഞ് അത് ചക്ക വറുക്കുള്ള ഷേപ്പിലൊക്കെ അരിഞ്ഞെടുത്തു. സത്യം പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല വൃത്തിയിലൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. അവസാനമൊക്കെ ആയപ്പോഴേക്കും ആകെ ഒരു പരുവാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ആ ചക്കയിൽ നിന്ന് ചോളം ഇങ്ങനെ പറിച്ചെടുക്കാൻ മാത്രമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അരിഞ്ഞ് ആ ഒരു ഷേപ്പാക്കി എടുക്കാനൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നല്ല സ്പീഡിൽ അങ്ങനെ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ചുള പറിച്ചെടുക്കാൻ മാത്രമാണ് കേട്ടോ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ കുഞ്ഞാറ്റ ഉറക്കത്തിന് നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ചിലക്ക് അമ്മയാണ് കേട്ടോ കളഞ്ഞ് തന്നിട്ടായിരുന്നു. കുരുവൊക്കെ കളഞ്ഞ് അമ്മയാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, കുഞ്ഞാറ്റ ഉറക്കത്തിന് നീച്ച് വന്ന കാരണമാവുന്നു ഭയങ്കര വാശിയാണ് കേട്ടോ. വാ ആടെ പൊന്ന ഇല്ലേ നോക്കിയൊക്കെ വാശി നീക്ക് വന്ന വായോ ആടാ അണ്ണിനെ കയ്യനെ അണ്ണിനെ നമ്മുടെ സ്വത്ത് കയ്യന് അണ്ണിനെ കയ്യന് ചക്ക തരാൻ കേട്ടോ. എൻ്റെ ചക്ക വേണേ ചക്ക ഉണ്ട്. ബായ് ബായ് ഉറങ്ങി നീച്ചിട്ടുള്ള വാശി എൻ്റെ ഉണ്ട്. ഉറങ്ങി നീച്ചപ്പോഴുള്ള കുറച്ച് നേരത്തെ വാശിനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചക്കയിലിട്ടിട്ട് കൈയിട്ട് വാരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളതിനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഇനി അതൊക്കെ കൊട്ടി നിലത്ത് കൊട്ടിയിട്ടും ആകെ ഫുള്ള് എന്താ പറയുക അവളുടെ ഫുള്ള് കളികളൊക്കെ ആയിരിക്കും കേട്ടോ. അതാ നമ്മൾ കുഞ്ഞാറ്റ് ഉറങ്ങണ ഗ്യാപ്പിൽ ഓരോരോ പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഒരാൾ ഒന്നല്ലെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾ അവളെ എടുത്തുകൊണ്ട് നടക്കുക. അതന്നെ കേട്ടോ നടക്കുള്ളൂ. വേണ്ടേ അവളുടെ കളിന്ന് വെച്ച് ചക്ക എടുത്തിട്ട് പകുതി കടിച്ച് തിന്നിട്ട് പകുതി തുപ്പി ഇതിലിക്കുന്നിട്ട് അങ്ങനെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലാണ് നന്നാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് എറിയലും ഇടലൊക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ സമയം ഇങ്ങനെ പോവുകയെന്നല്ലാണ്ട് നമ്മുടെ പണികളൊന്നും നടക്കണില്ല കേട്ടോ. ഇവളുടെ കൂടെയുള്ള ഈ കളി കാരണം അവസാനം എന്ത് ചെയ്തു, അമ്മ നമ്മുടെ കുഞ്ഞാറ്റേനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പണികൾ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. നമ്മുടെ സനുവിനെ കൂട്ടി കൊണ്ടുവരാനുള്ള ടൈമൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞാറ്റേനെ നമ്മൾ പുറത്തു കൂടെ എടുത്ത് നടന്നില്ലെങ്കിൽ അവൾ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ ഒരാൾ പണി ചെയ്യുമ്പോൾ ഒരാൾ എടുത്ത് നടക്കുക, അങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഇടയിലാണ് ചേട്ടൻ ഫോണൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചക്ക വറുക്കണ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഏട്ടനെ അവിടെ മാറ്റി വയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനില്ലാത്തപ്പോൾ എൻ്റെ ഭയങ്കര മിസ്സിങ് ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴും ഏട്ടനാണ് കേട്ടോ ഉണ്ടാക്കി തരാറുള്ളത്. നമ്മൾ ഇതിന് മുന്നേ ഫസ്റ്റ് എപ്പോഴോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരു 4 മണി പലഹാരത്തിൻ്റെ. അപ്പോൾ ഏട്ടനാണ് ഇങ്ങനത്തെ 4 മണി പലഹാരങ്ങളും അതുപോലെ വറുക്കലും എന്തൊക്കെ ചെയ്യണത് ഏട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ തിന്നുകൊണ്ടിരിക്കുന്നത് ഓർമ്മയില്ല. എന്താ പറയുക, മത്തി വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മലിഞ്ഞിൽ നമ്മൾ സനുവിനെ എടുത്ത് വെക്കാറുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മലിഞ്ഞിൽ വറുത്തത്. അപ്പോൾ ഞാൻ അതിന്ന് 2 കഷ്ണം അങ്ങനെ തിന്നേണ്ടതായിരുന്നു കേട്ടോ. മലിഞ്ഞിൽ അതുപോലെ പനിനീര് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താണ് പറയാനൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിങ്ങനെ ചക്ക വറുത്തിട്ട് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടോ. ആദ്യമായിട്ട് തന്നെയാണ് വറുക്കണത്. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെ കേട്ടോ വറുക്കണം. നമുക്കിങ്ങനെ ഉപ്പ് കൂടിയാലും ഇതൊക്കെ പ്രശ്നമല്ലേ. അപ്പോൾ അതെങ്ങനെ ഇട്ടിട്ട് പകുതി ആയിട്ട് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളും ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ വറുക്കാൻ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ വാങ്ങിയ 1 കിലോ എണ്ണ ഫുള്ളൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളതിൽ ഓൾറെഡി കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുക ചെയ്ത്, പിന്നെ വേണമെങ്കിൽ ഒഴിക്കാമല്ലോ, അല്ലെങ്കിൽ പിന്നെ എണ്ണ ഒരുപാട് ബാക്കിയാവില്ലേന്ന് വെച്ചിട്ട് കുറച്ചാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ചക്കയൊക്കെ ഇട്ടു കേട്ടോ.
എന്ത് പാപ്പ ഉണ്ടാക്കണേ ഉള്ളൂ? പാപ്പ ഉണ്ടാക്കണ്ടത് എന്താ മുഖത്തൊക്കെ? ഇനി പാപ്പല്ലേ ഉണ്ടാക്കണോ? പാപ്പ ഉണ്ടാക്കണേ ഉള്ളൂ. പാപ്പ ഉണ്ടാക്കണേ ഉള്ളൂ. എന്ത് പാപ്പ? ചക്കവറുത്തല? എന്താണ് ചക്കവത്തലാണോ? ചക്കവത്തല്? ചേച്ചി 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 എവിടെ? എവിടെ ചേച്ചി? എന്താ മൂക്കിന്റെ മുകളിലൊക്കെ? മൂക്കിന്റെ മുകളിലൊക്കെ ഉണ്ടോ? മൂക്കിന്റെ മുകളിലൊക്കെ ഉണ്ടോ? കഴിഞ്ഞു പാപ്പ കഴിഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ സെറ്റ് ആവുമെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് അത് കറക്റ്റായിട്ട് മുറുക്കിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ ഞാൻ ഉപ്പുവെള്ളമൊക്കെ കലക്കി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. ഉപ്പുവെള്ളത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലവർ ഇങ്ങനെ ചക്കയിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് തോന്നണോ. അങ്ങനെ ഞാനുണ്ടാക്കിയ ചക്കവറുത്തലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ തിന്നാനുണ്ടായിരുന്നു. അത് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം അത് നന്നായിട്ടുണ്ട് എന്ന്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഇത്രയും നന്നാവുമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ്. അതിപ്പോൾ വറക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ തിന്നുകൊണ്ടിരുന്നാൽ നമുക്കത് അറിയില്ല കേട്ടോ തിന്ന് പോകണത്. അത്ര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ഇവിടെ വീട്ടിലൊക്കെ എന്തുണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ അമ്മമ്മയൊക്കെ ഓരോന്ന് വറുത്ത് തരുമ്പോഴും അതുപോലെ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും നമ്മളത് ഉണ്ടാക്കുമ്പോഴേക്കും ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മളത് തിന്ന് തുടങ്ങും. അങ്ങനെയാണ് കേട്ടോ സത്യം. അപ്പോൾ എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ തന്നെ തിന്ന് തീർക്കുമെന്ന് തോന്നുന്നു. ഏട്ടനൊന്നും ഉണ്ടാവില്ല എന്നാണ് തോന്നണത്. ഈ ഒരു എണ്ണയിൽ തന്നെ ഞാനൊരു 5-6 ട്രിപ്പൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെയും എന്താ പറയുക, ചക്ക ബാക്കിയൊക്കെ വന്നിട്ട് ഞാനൊക്കെ മുറിച്ച് ചേർത്തുന്നുണ്ടായിരുന്നു. ഇതിലാണ് കേട്ടോ ഞാൻ അവസാനം ചക്കയുടെ എന്താ പാലും അങ്ങനെ തന്നെ അല്ലേ പറയുക, 2 ഭാഗമൊന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ അങ്ങോട്ട് ചുളയോട് കൂടി മുറിച്ചിടുകയൊക്കെ ആയിരുന്നു. ഭംഗിയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അത് നല്ല പോലെ എന്താ പറയുക, നല്ല ക്രിസ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഭംഗിയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് തിന്നാൽ പോരെ. അവസാനമായപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും അതിൽ കളയാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു ചൂടാറിയതിന് ശേഷം ഞാൻ ഈ 3 പാത്രത്തിൽ മുറുക്കി അടച്ച് അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തുറക്കുക അടയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തണുത്താലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അത് ഞാൻ അടച്ച് അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ജസ്റ്റ് ഇവിടെ വീട്ടിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വേറൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം വറുത്തൊക്കെ സെറ്റായി, പണികളൊക്കെ കഴിഞ്ഞു. ഇതിനകത്ത് ഇത്ര എണ്ണ കേട്ടോ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് മത്തി വറുക്കാനുണ്ടായിരുന്നു. ആ എണ്ണ പിന്നെ എന്തായാലും കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ വൈകുന്നേരത്തേക്കെല്ലാം മത്തിയൊക്കെ വറുത്ത് ഒക്കെ അങ്ങനെ സെറ്റാക്കിയിട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് എപ്പോൾ തുടങ്ങിയത്, ഒരു 12:30 ടൈമിനൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈം വരെ സത്യം പറഞ്ഞാൽ ചക്ക വറുക്കൽ തന്നെയായിരുന്നു കേട്ടോ. പറിക്കലും നന്നാക്കലും ചക്ക വറുക്കലൊക്കെ ആയിട്ട് ഏകദേശം ഈ ടൈം ആയിട്ടുണ്ട്. പിന്നെ ഇതാ മീനൊക്കെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് ഫുൾ റെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു എന്താ പറയുക, കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.